ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ രാവിലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അദ്ദേഹം രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതൊരു ഇടവേളയ്ക്ക് ശേഷം 4 കൊല്ലം പുറത്ത് നിന്നതിന് ശേഷം വീണ്ടും മത്സരിച്ച് വീണ്ടും പോരാടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡൻ്റായിട്ട് ഇ.ഡി. വാൻസും സ്ഥാനമേറ്റു. വാൻസിൻ്റെ ധർമ്മപത്നി ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ വംശജയാണ്. അവരുടെ പേര് ഉഷ ചിലിഗുരി എന്നാണ്. അതുകൊണ്ട് മനോരമാദി പത്രങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു ഇന്ത്യക്കാരി വൈറ്റ് ഹൗസിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഹൗസിൽ താമസം ഉറപ്പിക്കുകയും അവിടെ സാമ്പാർ, രസം, തൈര് സാദം ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പാചകക്കുറിപ്പുകൾ അടുത്ത ലക്കം മനോരമ ആഴ്ചപ്പതിപ്പിൽ വരും. മിസ്സിസ് കെ മാത്യു ഈ സ്ഥാനലബ്ധി കാണാൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന സങ്കടം മാത്രം മനോരമക്കാർക്കും. എന്ന് കരുതി മറ്റു പത്രങ്ങളൊക്കെ മോശമാക്കിയെന്ന് ഈ പറഞ്ഞതിന് അഭിപ്രായമില്ല, അർത്ഥമില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ജനാധിപത്യ വിശ്വാസികൾ എമ്പാടും സന്തോഷത്തിലാണ്. ഇനി പഴയ പോലെ ആകുകയില്ല. നേരത്തെ നമ്മുടെ ബൈഡനെ പോലെയോ കമല ഹാരിസിനെ പോലെയുള്ള ഒരു ജോഡിയല്ല. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപും ഇ.ഡി. വാൻസും ഇവർ രണ്ടുപേരും യാഥാസ്ഥിതികരാണ്, വലതുപക്ഷക്കാരാണ്, സാമാന്യം പിന്തിരിപ്പന്മാരാണ്. അമേരിക്ക ഒരു വലിയ ലോകശക്തിയാണ്. ആ ലോകശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഞങ്ങൾ രണ്ടുപേരുമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. മാത്രവുമല്ല, ലോകത്തെമ്പാടും വളർന്നു വരുന്ന ഈ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ടുള്ള വലിയ തിരുത്തൽ ശക്തിയായിട്ട് ഇവർ മാറും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഈ വർഷം തന്നെ ജർമ്മനിയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. അവിടെയൊക്കെ വലതുപക്ഷക്കാർക്കാണ് മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ തന്നെ ഒരു വലതുപക്ഷ വൽക്കരണത്തിൻ്റെ, യാഥാസ്ഥിതിക മൂല്യങ്ങളുടെ, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്താഗതികളുടെ ഒരു ശക്തി പ്രകടനമായിട്ടാണ് ഈ ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തെ നമ്മൾ കാണുന്നത്. ഇത്തവണ വാഷിങ്ടൺ DC-യിൽ ഭയങ്കരമായ മഞ്ഞുവീഴ്ച ആയതുകൊണ്ട് പുറത്ത് വച്ചല്ല, ക്യാപിറ്റോളിനകത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടന്നത്. അതും അത്ര അപൂർവമായിട്ടല്ലാത്ത ഒരു സംഭവമാണ്, അപൂർവമായ ഒരു സംഭവമാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ട്രംപ് സാഹിബ് എബ്രഹാം ലിങ്കൺ പണ്ട് 1861 സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച അതേ ബൈബിൾ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എബ്രഹാം ലിങ്കൻ്റെ ആത്മാവ് പരലോകത്തിരുന്ന് ഞെളിവിരി കൊള്ളുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എബ്രഹാം ലിങ്കൺ ആരാണ്, ഡൊണാൾഡ് ട്രംപ് ആരാണ്, അല്ലെങ്കിൽ ട്രംപ് ആരാണ്, ലിങ്കൺ ആരാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുതുമകളുണ്ടായിരുന്നു. ഇത്തവണ വിദേശ രാഷ്ട്ര തലവന്മാരെ പലരും ക്ഷണിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രൂമാൻ തൊട്ട് ബൈഡൻ വരെയുള്ള ഒരു പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇതിന് വിളിച്ചിരുന്നില്ല, സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ല. ഇവർ സത്യപ്രതിജ്ഞ എന്നല്ല പറയുന്നത്, ഇനാഗുറേഷൻ എന്നാണ്. അവർ വിളിച്ചില്ല. ട്രംപ് തന്നെ നേരത്തെ അധികാരമേറ്റപ്പോൾ മോഡിയെ വിളിച്ചില്ല, ബൈഡനും വിളിച്ചില്ല. ഇത്തവണ അങ്ങനെയല്ല. എല്ലാവർക്കും തപാലിൽ ഒരു ക്ഷണക്കത്ത് അയച്ചു. നരേന്ദ്രമോദിക്ക് സമയമില്ലാത്തതുകൊണ്ട് പുള്ളി വിദേശകാര്യമന്ത്രി ജയശങ്കറിനാണ് അയച്ചത്. അതേസമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്ഷണിച്ചില്ല എന്നൊരു പരാതി ഇവിടെ ചില ചാനലുകാർ പറയുന്നത്. നെതന്യാഹുവിനെ ക്ഷണിച്ചാൽ പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയയായിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോഴാണ് ഇനിയിപ്പോൾ ടെൽ-അവീവിൽ നിന്ന് പറന്ന് വാഷിങ്ടണിൽ പോയി ട്രംപ് മുതലാളിയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നത്. ഏതായാലും പരാതി പറയുന്നവർക്ക് പറയാനൊരു വകുപ്പായി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തുള്ള പ്രാധാന്യമൊന്നും ഇതിനില്ല. ഇപ്പം അങ്ങനെ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സാമന്തന്മാരല്ലല്ലോ മറ്റ് രാഷ്ട്രത്തലവന്മാർ. ഇപ്പം നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അയൽ രാജ്യങ്ങളിലുള്ള പ്രധാനമന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചു. നവാസ് ഷെറീഫിനെ വിളിച്ചു, അല്ലെങ്കിൽ അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ, ഭൂട്ടാനിലെ രാജാവിനെ, നേപ്പാളിലെ രാജാവിനെയൊക്കെ ക്ഷണിച്ചു. അതിനപ്പുറത്തേക്ക് ആരും ക്ഷണിച്ചില്ല, ആരും വന്നുമില്ല. അങ്ങനെയാണ് സാധാരണ പതിവ്. ഏതായാലും ഇത്തവണ ട്രംപ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തയച്ചു. പലരും വരാൻ പറ്റിയില്ല, കുറച്ച് പേരൊക്കെ വന്നു. 4 കൊല്ലം കഴിഞ്ഞ് ഇ.ഡി. വാൻസ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുൻകൂട്ടി ക്ഷണക്കത്ത് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരിയുടെ ഭർത്താവായ വാൻസിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് തന്നെയായാലും, നരേന്ദ്രമോദിയല്ല രാഹുൽ ഗാന്ധി ആയാലും പോകും, പങ്കെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇനിയും വരും കാലങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇനാഗുറേഷൻ എന്ന് പറയുന്നത് മഹാസംഭവമായിട്ട് മാറും. ഇനി ഒരു ഒറ്റ തമാശ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ 2025 പിറന്നതിൽ പിന്നെ ഇതുവരെ കേട്ട ഏറ്റവും വലിയ ഫലിതം സ്ഥാനമൊഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് പറഞ്ഞത്. ബൈഡൻ പറഞ്ഞത്, ഞാനായിരുന്നു ട്രംപിനെതിരെ മത്സരിച്ചെങ്കിൽ കാണാമായിരുന്നു, ട്രംപ് നിശ്ചയമായിട്ട് തോറ്റുപോയി.
അമേരിക്കയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ എന്നെ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നാണ്. ഒന്ന് ആലോചിച്ചു. മനുഷ്യന് തലയ്ക്ക് സ്ഥിരമില്ലാതായാൽ എന്തും പറയാമെന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ മാന്യദേഹമാണ് മത്സരിച്ചെങ്കിൽ 50-50 സ്റ്റേറ്റും ട്രംപ് ജയിച്ചാണ്. ഡെമോക്രാറ്റ് പാർട്ടിക്ക് വേണ്ടി അനവരതം പണിയെടുക്കുന്ന ആളുകൾ പോലും അറിയാതെ ട്രംപിന് വോട്ട് ചെയ്ത് പോയാൽ, അങ്ങനെ ഒരു വലിയ വിപത്തിൽ നിന്ന് അദ്ദേഹം അമേരിക്ക രക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ യോഗ്യത ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ ട്രംപിൻ്റെ വിജയം ഇത്ര ചുരുങ്ങിപ്പോയത്. അല്ലായിരുന്നെങ്കിൽ പുള്ളി ഇതിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. ഇലക്ട്രൽ കോളേജിൽ ഏതാണ്ട് 75% വോട്ടും മൂപ്പിലേക്ക് കിട്ടിയത്. 50 സ്റ്റേറ്റുകളിൽ 50 സ്റ്റേറ്റും വാഷിങ്ടൺ DC അതും പുള്ളി തന്നെ ജയിച്ചാണ്. ഏതായാലും ബൈഡൻ്റെ തലയ്ക്ക് ചെറിയ കുഴപ്പമുണ്ടെങ്കിലും, ഓർമ്മക്കുറവ് നല്ലോണം ഉണ്ടെങ്കിലും, തമാശ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിന് യാതൊരു മങ്ങലും സംഭവിച്ചിട്ടില്ല എന്നറിയുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ട്രംപിൻ്റെ അടുത്ത 4 വർഷങ്ങൾ ലോകത്തെമ്പാടും സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.